പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുന്നത് അഞ്ചാം പാർട്ടിയുടെ എത്ര വരുമോ, അല്ലെങ്കിൽ ഫോറൻസിക്കിൻ്റെ എത്ര വരുമോ, അല്ലെങ്കിൽ പഴയ പോലെ മെമ്മറിസിൻ്റെ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിനെ ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്. ഇപ്പൊ ഇത് കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് എന്ന് പറയുക? കാണാത്ത പ്രേക്ഷകരോട് കണ്ടു നോക്കൂന്നാ പറയാം, അല്ലാണ്ട് പിന്നെ വേറെ ഏതെങ്കിലും സിനിമ പോലത്തെ സിനിമയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറിച്ചതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാണ്ട് പോകും. മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവേ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും കമ്പാരിസൺസ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക, മറ്റെല്ലാ സിനിമകളിൽ അതെന്താണോ അത് എന്നുള്ള അതിന്റെ രീതിയിലാണ് ഞാൻ. അല്ലാതെ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ സിനിമകൾ കണ്ടത്. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി എന്ന് പറഞ്ഞാൽ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാറുണ്ട്, ബേസിലിന്റെ പടം വരാറുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? പിന്നീട് അറിയാവുന്നതല്ലേ, അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായില്ല. അതായത് ഈ മാസത്തിൽ തന്നെ ഇത് റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം ഇപ്പൊ മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിമായിട്ട് റിലീസ് ഡേറ്റ് ജനുവരി 2-ാം തീയതി ആയതുകൊണ്ട് ഇത് ഏത് മാസത്തിൽ റിലീസായി എന്നുള്ളതല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഈ സിനിമ ഇന്നത്തെ ദിവസം റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസ് ആവാൻ എന്ന് എനിക്കറിയില്ല. അല്ല, എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അല്ലാതെ കുറച്ച് ഇപ്പോൾ പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ റോം കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണിലുള്ള സിനിമകൾ തുടർന്നും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ പലതരം സിനിമകളുടെ ഭാഗമാകുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ വേണ്ടി പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ഞാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പോൾ ആ പലതരം കാഴ്ചകളിൽ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും നല്ല ക്രൂവിൻ്റെയും കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാനും സാധിക്കുക. മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത കഥാഗതിയാണ് ഇതിലെ കഥാഗതിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാല്. പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു പാക്കേജ് ആണെന്ന് ഇത് പറയുന്നതിന്റെ കൂടുതൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ കണ്ടു തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് എന്നുകൂടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ചോദ്യം കേട്ടില്ല. അല്ല, ഇത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് ഇത് കണ്ട് തീരുമാനിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിന്റെ പാക്കേജ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻഡ് ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. എന്നും അങ്ങനെ തന്നെയാണല്ലോ. ഈ സിനിമയ്ക്കെന്നല്ല ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും അത് HD പ്രിന്റ് ഇറക്കുന്നവർ അത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നതെന്ന് അറിയാം. അവർ നമ്മളെക്കാളും ഓർഗനൈസ്ഡ് ആണ്.
ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നാണ് ഇത് മനസ്സിലാക്കുക. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനൊരു ട്രെൻഡ് പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഇപ്പോൾ ഏറെമറ്റൊക്കെ എന്ന് വെച്ചാൽ തിയേറ്ററിനകത്തിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളുടെയൊക്കെ പരിധിക്ക് പുറത്ത് നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. അതായത് പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും അല്ലെങ്കിൽ ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം, അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറ കൊണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ച് അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. അത് ഭയങ്കര അല്ല, ഇപ്പോഴത്തെ HD ഇറങ്ങുന്നതിൽ ഒന്നുകിൽ സിനിമയ്ക്ക് അതെനിക്ക് അറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് AI വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റ് ആക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരുടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളെപ്പോഴും തന്നെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ ജനിച്ചുകൊണ്ടപ്പോൾ മുതൽ ഞാൻ തിയേറ്ററിൽ മാത്രം സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു. നമുക്ക് സിനിമയിലാണെങ്കിലും അത് TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K-ലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K-ലും 2K-ലൊക്കെയാണ് പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ആ അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ, അത് അങ്ങനത്തെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന അന്ന് സ്വിച്ച് ഇട്ട പോലെ ഇത് നിൽക്കും. കാര്യം എന്താ വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പൈറസി? അതാണ് അതിനൊരു ഒരേ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ആ ക്ലൈമാക്സിലെ ഫൈറ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തു? കാരണം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എഫേർട്ട് എടുത്തു?
അത് നമുക്ക് കുറച്ച് ദിവസം റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യാപ്പൻ എന്ന് പറയുന്ന ആക്ഷൻ ഡയറക്ടർ, അദ്ദേഹം ഒരു 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 ഫൈറ്റ് സീക്വൻസിനകത്തുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അത് നമ്മൾ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകളിൽ അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ആവശ്യമായിരുന്നു. ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ ഫൈറ്റ് സീൻസിൽ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ വേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതും നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്നാൽ ഫൈറ്റ് സീക്വൻസിൻ്റെ ആ ഒരു പെർഫെക്ഷനും ഗ്രാൻഡിങ്ങും കുറയാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത്, എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രൊമോഷണൽ ഇന്റർവ്യൂ മുതൽ ഇതിന്റെ അല്ല പ്രൊമോഷണൽ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശാമിനെ എവിടെയും കാണുന്നില്ല, എല്ലാരും ചോദിക്കുന്നതാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മള് പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു, ഇവിടെ വരാനിരുന്നായിരുന്നു. അപ്പൊ ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ 10-12 വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം, നായ്ക്കുട്ടിയല്ല, അവരുടെ പെറ്റിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും പ്രൊമോഷൻസിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കുകയാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റ് റിലീസ് നമുക്ക് 5-ാം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റ് ലവർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ദൗർഭാഗ്യകരമായി പോയത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഒരു പെറ്റ് ഇല്ലാതാവുമ്പോഴൊരു വിഷമം. അതുകാരണം നമുക്ക് ആ സമയത്ത് അത് പറ്റില്ല, നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ വാശി പിടിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല.